കമ്പനിക്കാരുണ്ട് രാത്രി വിളിച്ചിട്ട് തന്നെ പറയണം ആ വീട്ടിലേക്ക് വാ, കുറച്ച് പണിയും കാര്യങ്ങളുണ്ട്, നാളെ തേപ്പിന് ആൾ വരുന്നുണ്ട്, നമുക്ക് കുറച്ച് പൂഴി ആയിരിക്കണം, അത് എടുത്തിട്ട് നേരെ വീടിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഇടണം എന്നൊക്കെ. പിന്നെ ഒന്നും നോക്കില്ല, വണ്ടി എടുത്ത് നേരെ അവൻ്റെ വീട്ടിലേക്ക് ഇട്ട് ഓൻ ഞങ്ങളെ പറ്റിച്ച്. ഓൻ വീടും പൂട്ടിയിട്ട് ആളെങ്ങോട്ടോ പോയി. കുറച്ചേരം ഞങ്ങൾ ഇരുന്ന് ഓൻ വരുന്ന ലക്ഷണം ഇല്ലാണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ പൂഴിയൊക്കെ ധരിക്കാൻ തുടങ്ങി. വേറൊരുത്തൻ വന്നു, എന്നിട്ട് ഓൻ വന്നില്ല. പിന്നെ ആശാൻ വന്നിട്ടോ, ആശാൻ ഇതാക്കി കയറി പോകണവനാണ് ആശാൻ. ആശാന് പിന്നെ നമ്മൾ കുറച്ച് നേരം പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. നമ്മളെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയിട്ട് ഓൻ വീട് മടച്ച് ഓരെങ്ങോട്ടോ പോയിണ്. അങ്ങനെ അവനെ കൊണ്ട് കുറേ നേരം കോരിപ്പിച്ചപ്പോൾ ചക്ക ഏകദേശം ക്ഷീണിച്ചെന്ന് കണ്ടപ്പോൾ പിന്നെ മറ്റവനും ഇറങ്ങിട്ടോ. ഞാനാണെങ്കിൽ ഈ വീഡിയോ മാത്രം എടുക്കുകയെന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ സൂപ്പർവൈസിങ് മാത്രമൊന്നുമല്ല, പിന്നെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് നേരം കോരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. എല്ലാവരും കണ്ടോട്ടെ, മറ്റേ എല്ലാവരും വിചാരിക്കല്ലോ ഇവൻ പണിയെടുക്കല്ലേ, ഇവൻ വെറും ചുളിവാണ് വീഡിയോ എടുക്കാൻ മാത്രം പോവുകയെന്ന്. അതിന് പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ടാറ്റയും കൊടുത്തിട്ട് പിന്നെ ഫുഡ് അടി. അത് പിന്നെ എന്ത് പണി കഴിഞ്ഞാലും ഫുഡ് അടിക്കണം, അത് ഞങ്ങളൊരു ഇതാണ്. നേരെ ഞങ്ങളൊരു തട്ടുകടയ്ക്ക് ഇട്ട്, നമ്മൾ അത്തംവളവുള്ളേ. പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത്. വീടിൻ്റെ അടുത്തായിട്ട് ഇങ്ങനത്തെ ഒരു തട്ടുകട ആദ്യമായിട്ടോ ഞാൻ കാണുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഓനും ഭാര്യയും കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കണ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നോക്കിയില്ല, ചക്കൻ വിളിച്ച് നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞല്ലേ ഞങ്ങൾ നേരെ പോകുന്നത്. ഞങ്ങൾ എന്ത് ചെയ്ത് ഗ്രീൻ പീസ് ഓർഡർ ചെയ്ത്, പിന്നെ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്ത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാൽ ഉഷാറ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് അറിയില്ല, വിശപ്പോണ്ടാണോ ഇനി പണിയെടുത്തോണ്ടാണോ അറിയില്ല, പെട്ടെന്ന് കാലിയായിണ് ഫുള്ള്. പ്ലേറ്റും കാര്യങ്ങളൊക്കെ കാലിയാക്കി ഞങ്ങൾ നേരെ പിന്നെ പുറത്തേക്ക് പോകുന്നു. ഒരു ചെറിയ വീഡിയോ എടുത്ത് എല്ലാവരും കണ്ടോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ചാറ്റയും കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ട്. ഇനി പോയി കിടന്നുറങ്ങുന്നു.